താൽക്കാലികമായി അടച്ച മാറഞ്ചേരിയിലെ ഡയാലിസിസ് സെന്ററിന്റെ പ്രവർത്തനം തിങ്കളാഴ്ച മുതൽ പുനരാരംഭിക്കും. ആറോ പ്ലാന്റിലെ തകരാറിനെ തുടർന്ന് താൽക്കാലികമായി അടച്ചിട്ട മാറഞ്ചേരി ഡയാലിസിസ് സെന്റർ തിങ്കളാഴ്ച വീണ്ടും പ്രവർത്തനം ആരംഭിക്കുമെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് അധികൃതർ അറിയിച്ചു. പെരുമ്പടപ്പ് ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന സെന്ററിൽ ഡയാലിസിസ് നടക്കുന്നതിനിടെ രോഗികൾക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടതിനെ തുടർന്ന് അടിയന്തരമായി പ്രവർത്തനം നിർത്തിവെച്ചിരുന്നു. തുടർന്ന് നടത്തിയ പരിശോധനയിൽ ജലം ശുദ്ധീകരിക്കുന്ന ആറോ പ്ലാന്റിന്റെ തകരാറാണ് പ്രശ്നത്തിന് കാരണമെന്ന് കണ്ടെത്തി. തകരാർ പരിഹരിച്ചതിനെ തുടർന്ന് വെള്ളത്തിന്റെ സാമ്പിളുകൾ ലാബിലേക്ക് പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ടെന്നും 2 ദിവസത്തിനുള്ളിൽ പരിശോധനാ ഫലം ലഭിക്കുമെന്നും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് റമീന ഇസ്മായിൽ അറിയിച്ചു. ഫലം അനുകൂലമായാൽ തിങ്കളാഴ്ച മുതൽ ഡയാലിസിസ് സേവനം പുനരാരംഭിക്കാനാവുമെന്നാണ് പ്രതീക്ഷ. സെന്ററിന്റെ പ്രവർത്തനം വിലയിരുത്തുന്നതിന് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ വിവിധ പഞ്ചായത്ത് അധ്യക്ഷന്മാർ ഉൾപ്പെട്ട സംഘം സന്ദർശനം നടത്തി. ഇവിടെ സാധാരണ എല്ലാ യൂണിറ്റിൽ വരുന്ന പോലെ ഒരു ടെക്നിക്കൽ ആയിട്ടുള്ള ആറോയുടെ ഒരു ഇഷ്യൂ ആണ് വന്നത്. അപ്പോൾ നമ്മൾ ഇതിന് ആദ്യം അറിഞ്ഞിരുന്നില്ല ഇത് എന്താണ് ഇഷ്യൂ എന്ന്. അപ്പോൾ ഇഷ്യൂ മനസ്സിലാക്കിയത് ഉടനടി നമ്മൾ ഇത് ടെമ്പററി ആയിട്ട് ക്ലോസ് ചെയ്യുക മാത്രമാണ് ചെയ്തത്. അതിൻ്റെ ടെക്നീഷ്യൻ വന്ന് കാര്യങ്ങൾ ചെയ്യാനും പിന്നെ മാറ്റാനും കെമിക്കലായിട്ടുള്ള സാധനങ്ങളൊക്കെ ചെയ്യുന്ന കാരണം ഇത്രയും ഹവേഴ്സ് ഇത് ആവശ്യമായിട്ടുള്ള കാരണം ഇത് ടെമ്പററി ആയിട്ട് അടയ്ക്കാതെ വേറെ പറ്റില്ലാത്തത് കൊണ്ടും കൂടിയാണ്. പിന്നെ ഹോളിഡേയ്സ് വന്ന കാരണം ടെസ്റ്റുകൾ കിട്ടാനും എല്ലാം നമുക്ക് കുറച്ച് സമയം എടുക്കുന്നത് കാരണം സമയം എടുത്ത് തന്നെ കംപ്ലീറ്റ് പ്രോബ്ലംസ് എന്താണെന്ന് വെച്ചാൽ തീർത്തിട്ട് നമ്മൾ എന്തായാലും ടെക്നിക്കൽ ഇഷ്യൂ തീർന്നതിന് ആയിട്ട് തന്നെ നമുക്ക് തുടങ്ങാൻ പറ്റുമെന്നാണ് വിചാരിക്കുന്നത്. തിങ്കളാഴ്ചയോട് കൂടിയിട്ട് കഴിയുമെന്നാണ് നമ്മൾ ആറോ ടെക്നീഷ്യൻ പറഞ്ഞത്. അപ്പോൾ അതിനുശേഷം നമുക്ക് തുടർന്ന് പ്രവർത്തിക്കാൻ പറ്റും ഡയാലിസിസ് എന്നാണ് വിചാരിക്കുന്നത്. ഇവിടെ ഒരു കാരണവശാലും ഒരു ദിവസം പോലും ഈ സെൻറ്റർ അടച്ചുപൂട്ടിയിട്ടില്ല. കാരണം ഇവിടുത്തെ രോഗികളുടെ ജീവന് ഗ്യാരണ്ടി നൽകുന്ന ഇവിടുത്തെ ടെക്നീഷ്യന്മാരാണ്. ആ ടെക്നീഷ്യന്മാർ പറയുന്ന വിധത്തിലേ ഭരണസമിതി മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. ഈ ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതിയോട് ഇവിടുത്തെ ടെക്നീഷ്യന്മാർ പറഞ്ഞതോട് ആറോ പ്ലാന്റ് കംപ്ലൈൻ്റ് ആണ്, രോഗികളുടെ ജീവന് ഭീഷണിയുണ്ടെന്ന് പറഞ്ഞതിൻ്റെ പ്രകാരമാണ് താൽക്കാലികമായിട്ട് റിപ്പയർ നടത്തുന്നതിനായിട്ട് താൽക്കാലികമായിട്ട് ഈ ട്രീറ്റ്മെൻറ്റോട് നിർത്തിവെച്ചത്. അത് എന്താ പറയുക, നിർഭാഗ്യവശാൽ വേറൊരു തരത്തിൽ പൊതുജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന വിധത്തിലുള്ള വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഈ ടെക്നീഷ്യൻ പറഞ്ഞ പോലെ തന്നെ അതിൻ്റെ ടെക്നിക്കൽ തകരാറ് പരിഹരിക്കുന്ന അടുത്ത ദിവസം തന്നെ പരിഹരിച്ചുകൊണ്ട് തിങ്കളാഴ്ചയ്ക്കുള്ളിൽ ഇത് തുറന്ന് പ്രവർത്തനം ആരംഭിക്കുന്നതാണ്. ആഘോഷങ്ങൾ വരവായി. നിങ്ങളുടെ ഓരോ ആഘോഷങ്ങളെയും ആഹ്ലാദകരമാക്കാൻ തിരൂരിന്റെ സ്റ്റൈൽ ഹബ്ബായ സൻഹ ഫാഷനും ഒരുങ്ങിക്കഴിഞ്ഞു. വെഡിംഗ് വസ്ത്രങ്ങളിലെ പുതു ട്രെൻഡുകൾ, എത്നിക് കളക്ഷനുകൾ, മോഡസ്റ്റ് വെയറുകൾ, കിഡ്സ് കളക്ഷനുകൾ, ബ്രാൻഡഡ് ജെൻസ് വെയറുകൾ. സ്വാഗതം സൻഹയുടെ ഈ ഫാഷൻ വിസ്മയങ്ങളിലേക്ക്. ഈ ആഘോഷകാലം സൻഹയ്ക്കൊപ്പം ആവട്ടെ. സൻഹ ഫാഷൻ തിരൂർ.